ഷിരൂരിലെ മണ്ണിടിച്ചിൽ കാണാതായ അർജുനെ പറ്റി നമ്മൾ എപ്പോഴും സംസാരിക്കാറുണ്ട്. ഇനി എങ്ങനെയാണ് തെരച്ചിൽ മുന്നോട്ട് കൊണ്ടുപോകുക തുടങ്ങിയ കാര്യങ്ങൾ. ഇപ്പോൾ അർജുനായിട്ടുള്ള തെരച്ചിൽ വീണ്ടും തുടരുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന ഏറ്റവും പുതിയ വിവരം. അടുത്ത ബുധനാഴ്ചയോടെ ഡ്രഡ്ജർ എത്തിക്കും. കാലാവസ്ഥ നിലവിൽ അനുകൂലമായതിനാൽ വ്യാഴാഴ്ച വീണ്ടും തെരച്ചിൽ തുടങ്ങിയേക്കുമെന്നാണ് ഇപ്പോൾ അറിയുന്നത്. വിവരങ്ങൾ KB ശ്രീധരൻ നൽകും. ശ്രീധരൻ, ഗുഡ് മോർണിംഗ്. നമ്മളെല്ലാം കുറേ ദിവസങ്ങളായി കാത്തിരിക്കുകയാണ്. ഇനി അത് പുനരാരംഭിക്കുന്നതുമായി ബന്ധപ്പെട്ട അർജുന് വേണ്ടിയുള്ള തെരച്ചിൽ വ്യാഴാഴ്ച തന്നെ തെരച്ചിൽ ആരംഭിക്കാൻ കഴിഞ്ഞേക്കും അല്ലേ? മോത്ത് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം അനുസരിച്ച് വ്യാഴാഴ്ചയോടുകൂടി തന്നെ തിരച്ചിൽ ആരംഭിക്കുമെന്നാണ് അറിയുന്നത്. അല്പസമയം മുമ്പ് ഉത്തരകന്നഡ ജില്ലാ കളക്ടറുമായി ബന്ധപ്പെട്ടിരുന്നു. അടുത്തയാഴ്ച, അതായത് അടുത്തയാഴ്ച മധ്യത്തോടു കൂടി ഡ്രഡ്ജർ അവിടേക്ക് എത്തിക്കും. ഈ ഡ്രഡ്ജറിന് സ്വകാര്യ കമ്പനിയാണ് അതിന് കരാറെടുത്തിരിക്കുന്നത്. അത് എത്തിക്കുന്നതിന് വേണ്ടി, അതായത് ഷിരൂരിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി 38 മണിക്കൂറെങ്കിലും വേണ്ടി വരും. അത് ചൊവ്വാഴ്ചയ്ക്ക് മുമ്പ് തന്നെ, തിങ്കളാഴ്ച വൈകിട്ടോടുകൂടി പുറപ്പെടുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഡ്രഡ്ജർ എത്തിക്കഴിഞ്ഞാൽ തന്നെ ഉടൻ തന്നെ നടപടികൾ ആരംഭിക്കും. നിലവിൽ കാലാവസ്ഥ അനുകൂലമാണ് ഷിരൂരിൽ. അടുത്ത ആഴ്ചയൊന്നും അങ്ങനെ ശക്തമായിട്ടുള്ള മഴയ്ക്കുള്ള പ്രവചനങ്ങളൊന്നുമില്ല. അതുകൊണ്ട് തന്നെ വ്യാഴാഴ്ചയോട് കൂടി തന്നെ തിരച്ചിൽ നടപടികൾ ആരംഭിക്കാൻ സാധിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. ഏതാണ്ട് 2 മാസമൊക്കെ കഴിഞ്ഞു, 3 മാസത്തിലേക്ക് കടക്കുകയാണ് അർജുനെ കാണാതായിട്ട്. നിലവിൽ ഏതായാലും തിരച്ചിൽ പുനരാരംഭിക്കാനുള്ള ഒരു സാഹചര്യം ഒരുങ്ങുന്നത് തന്നെ ആശ്വാസകരമായിട്ടുള്ള ഒരു കാര്യമാണ്. കർണാടക സർക്കാരുമായി ബന്ധപ്പെട്ട് MK രാഘവൻ MPയും അർജുന്റെ കുടുംബവും ഒക്കെ AK മഷറഫ് MLAയും ഒക്കെ ഇടപെടലുകൾ തന്നെയാണ് ഇപ്പോൾ വീണ്ടും ഈ വലിയ ചിലവ് വരുന്ന, ഭാരിച്ച ചിലവ് വരുമെങ്കിലും ഡ്രഡ്ജർ എത്തിക്കാനുള്ള തീരുമാനത്തിലേക്കൊക്കെ എത്തിയിരിക്കുന്നു. ശരി ശ്രീധരൻ.